നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. കേരളത്തിലെ അതിപ്രശസ്തമായിട്ടുള്ള 13 ഭദ്രകാളി കാവുകളിൽ രുരുജിത്ത് വിധാനത്തിലുള്ള 13 കാവുകളിൽ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്നും നമുക്ക് ഇതിൻ്റെ ചരിത്രവും തന്ത്രശാസ്ത്ര അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളും മറ്റും മനസ്സിലാക്കാം. കേരളത്തിലെ വളരെ പുരാതനവും പ്രസിദ്ധവുമായ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വെച്ച് എല്ലാം കൊണ്ടും പ്രഥമ സ്ഥാനം അർഹിക്കുന്ന ഈ രുരുജിത്ത് വിധാനത്തിൽപ്പെട്ട ക്ഷേത്രം പഴയ വള്ളുവനാടിൻ്റെ ആസ്ഥാനമായ അങ്ങാടിപ്പുറത്തു സ്ഥിതി ചെയ്യുന്നു. മേരുചക്രം പോലെ തോന്നുന്ന കുന്നിൻ മുകളിൽ രാജകീയ പ്രൗഢിയോടെ നിലകൊള്ളുന്ന ഈ ക്ഷേത്രം പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും ഭക്തിയുടെയും തന്ത്രശാസ്ത്ര സങ്കല്പങ്ങളുടെയും നൂറ്റാണ്ടുകളായിട്ടുള്ള മനുഷ്യന്റെ സംസ്കാരത്തെയും സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്നത്തെ പെരിന്തൽമണ്ണ, മണ്ണാറക്കാട്, ഒറ്റപ്പാലം എന്നീ താലൂക്കുകളും പൊന്നാനി, തിരൂർ, ഏറനാട് താലൂക്കുകളുടെ ചില ഭാഗങ്ങളും ചേർന്നതാണ് പഴയ വള്ളുവനാട് രാജ്യം. 2ാം ചേര സാമ്രാജ്യത്തോളം ചരിത്രമുണ്ട് വള്ളുവനാടിന്. വല്ലഭ ക്ഷോണി എന്ന് സംസ്കൃത നാമമുള്ള വള്ളുവനാട് 10ാം ശതകത്തിൽ ജീവിച്ചിരുന്ന രാജശേഖരനാണ് ഈ വംശത്തിന്റെ സ്ഥാപകൻ. ഈ രാജവംശം ആറങ്ങാട്ട് സ്വരൂപം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. വള്ളുവനാട് രാജാവിന് വള്ളുവക്കോനാതിരി, വെള്ളാട്ടിരി, ആറങ്ങാട്ട് ഉടയവർ, വല്ലഭൻ എന്നീ നാമങ്ങൾ ഉണ്ട്. ഇവരുടെ കുടുംബത്തിലെ പുരുഷ പ്രജകളെ വള്ളോടിമാർ എന്ന് വിളിച്ചിരുന്നു. വള്ളുവനാട് രാജാക്കന്മാർ തിരുമാന്താംകുന്ന് ഭഗവതിയുടെ ഉപാസകരായിരുന്നെന്ന് ഊട്ടിയുറപ്പിക്കാൻ നിരവധി ചരിത്രരേഖകൾ കാണാം. നിരവധി നാടോടിക്കഥകളാണ് തിരുമാന്താംകുന്ന് ഭഗവതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഒരു കാലത്ത് അയോധ്യ ഭരിച്ചിരുന്ന സൂര്യവംശജനായ യുവനാശ്യൻ എന്ന രാജാവായിരുന്നു. അദ്ദേഹത്തിന് വളരെ കാലം സന്താനങ്ങൾ ഉണ്ടാവാതിരുന്ന ശേഷം ഉണ്ടായതാണ് മാന്ധാതാവ്. ബാല്യവും കൗമാരവും കഴിഞ്ഞ് യൗവനത്തിലെത്തിയ മാന്ധാതാവ് ശരബിന്ദു രാജാവിന്റെ പുത്രിയായ ബിന്ദുമതിയെ വിവാഹം ചെയ്യുകയും അവർക്ക് 2 പുത്രന്മാർ ജനിക്കുകയും ചെയ്തു, മുജുകുന്ദനും പുരുകത്സനും. യുവനാശ്യന്റെ കാലശേഷം മാന്ധാതാവ് രാജ്യഭരണം ഏറ്റെടുത്തു. സത്യധർമാദികളിൽ ഉറച്ച് രാജ്യം ഭരിച്ചു പോന്ന് രാജ്യം സമ്പൽ സമൃദ്ധിയുടെയും അതിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തുകയും ചെയ്തു. വളരെ കാലത്തെ ഭരണശേഷം വിരക്തി വന്ന മാന്ധാതാവ് രാജ്യഭരണം പുത്രന്മാരെ ഏൽപ്പിച്ച് പരമപദപ്രാപ്തിക്ക് വേണ്ടിയിട്ട് പരമശിവനെ തപസ് ചെയ്യുകയും ചെയ്തു. തപസ്സിൽ സംപ്രീതനായ മഹാദേവൻ പ്രത്യക്ഷനായി ഇഷ്ടവരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. പരമഭക്തനായ മാന്ധാതാവ് തൻ്റെ ഭൗതിക ദേഹത്യാഗം വരെ അങ്ങയെ പൂജിക്കാനുള്ള ഏറ്റവും പ്രിയപ്പെട്ട ശിവലിംഗം നൽകണം എന്ന് അപേക്ഷിച്ചു. പരമശിവൻ ഭക്തന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ശ്രീ പാർവതീദേവിയാൽ പൂജിക്കപ്പെടുന്ന അതിശ്രേഷ്ഠമായിട്ടുള്ള കൈലാസത്തിലെ ഏറ്റവും നല്ല ശിവലിംഗം ആ ഭക്തശിരോമണിക്ക് നൽകി ഭഗവാൻ അന്തർധാനം ചെയ്തു. രാജഋഷിയായ മാന്ധാതാവ് ആ ശിവലിംഗം ശിരസിൽ വഹിച്ച് യാത്ര തുടർന്നു. ഇന്നത്തെ തിരുമാന്താംകുന്ന് എന്നറിയപ്പെടുന്ന കാനനത്തിൻ്റെ നടുവിലെ കുന്നിൻ മുകളിൽ മഹർഷി എത്തുകയും ശിവലിംഗത്തിൻ്റെ ഭാരം താങ്ങാനാവാതെ മഹർഷി ശിവലിംഗം താഴെ വെക്കുന്ന സമയത്ത് ശിവലിംഗം ഭൂമിയിൽ ഉറക്കുകയും ചെയ്തു എന്ന കഥ. ഭക്തവാത്സല്യത്തിൽ മതിമറന്നു പോയ ഭഗവാൻ താൻ ഒരു നിമിഷം വിവാഹിതനാണെന്നുള്ള കാര്യം ഓർത്തതേയില്ല. പാർവതീദേവി പതിവ് പോലെ പൂജാസമയത്ത് എത്തുകയും തൻ്റെ പ്രിയപ്പെട്ട ശിവലിംഗം കാണാൻ കഴിയാതായപ്പോൾ ഭഗവതി പരിഭ്രാന്തയാവുകയും ചെയ്തു. ജന്മജന്മാന്തരങ്ങളായി താൻ നിത്യപൂജ ചെയ്യുന്ന ആ ശിവലിംഗം തനിക്ക് കിട്ടിയേ തീരൂ എന്ന് എല്ലാ ഭാര്യമാരെയും പോലെ
ഭഗവതിയും തൻ്റെ ഭർത്താവിനോട് പരാതിപ്പെട്ടു. മഹാഭൈരവൻ മാന്ധാതാവിന് ശിവലിംഗം നൽകിയ വൃത്താന്തങ്ങൾ പാർവതിയെ അറിയിച്ചു. എന്നിട്ടും പാർവതീദേവി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ശിവലിംഗത്തിനായി വാശി പിടിച്ചു. ഒരു ഭക്തന് വരമായി നൽകിയത് തിരിച്ചു ചോദിക്കുന്നത് ഉചിതമല്ലെന്നും ദേവിക്ക് കഴിയുമെങ്കിൽ തിരിച്ചു കിട്ടാനുള്ള മാർഗം ആലോചിക്കുന്നതിൽ തനിക്ക് വിരോധമില്ലെന്നും പറഞ്ഞ് എല്ലാ പതിമാരെയും പോലെ ഭഗവാൻ അവിടെയും ഇവിടെയും തൊടാതെ ഈ പ്രശ്നത്തിൽ നിന്നും തലയൂരി. ഭഗവാന്റെ വാക്കുകൾ കേട്ട് കലിപൂണ്ട പാർവതീദേവി ഉടൻ തന്നെ ശൈലപുത്രിയായ ഭദ്രകാളിയെ കാര്യങ്ങൾ ധരിപ്പിച്ച് എത്രയും വേഗം ഭൂതഗണങ്ങളെയും കൂട്ടി ഏതു വിധേനയും എൻ്റെ ശിവലിംഗം തിരികെ എത്തിക്കാൻ ആജ്ഞാപിച്ചു. ഗണപതി ഭഗവാനും സപ്തമാതൃക്കളും എന്നിവരോടും കൂടി വീരഭദ്രൻ, നന്ദി മഹാകാളൻ, ഭൃംഗേരടി തുടങ്ങിയ ശിവപാർഷദന്മാരോടൊപ്പം അസംഖ്യം ഭൂതഗണങ്ങളോടുകൂടി ഭദ്രകാളി തിരുമാന്താംകുന്നിൻ്റെ വടക്കേ ഭാഗത്ത് എത്തി. ഭദ്രകാളിയും ഭൂതഗണങ്ങളും വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ വർഷിക്കുവാൻ തുടങ്ങി. മഹർഷിയും മഹർഷിയുടെ ശിഷ്യന്മാരുടെയും അതിശക്തമായിട്ടുള്ള തപോബലത്താൽ ഈ ആയുധങ്ങളെല്ലാം മുനികുമാരന്മാർ ആവണിപ്പലകകളാൽ തട്ടുകയും അതുകൊണ്ടും സാധിക്കാതെ അവിടെ കായ്ച്ചു നിന്നിരുന്ന ആട്ടങ്ങാവൃക്ഷത്തിൻ്റെ കായ്കൾ മുനികുമാരന്മാർ താഴേക്ക് എറിയാൻ തുടങ്ങി. മഹർഷിയുടെ തപശക്തി കൊണ്ടും ആട്ടങ്ങയിലെ ഓരോ വിത്തും ഓരോരോ ദിവ്യ അസ്ത്രങ്ങളായി പരിണമിച്ച് ഭദ്രകാളിയുടെയും പടകളുടെയും മേൽ പതിക്കുകയും ചെയ്തു. ഈ യുദ്ധം 15 ദിവസം നീണ്ടുനിന്നു. ഈ സംഭവത്തെ സൂചിപ്പിക്കുന്നതാണ് തുലാമാസത്തിൽ 1-ാം തീയതിയും കറുത്തവാവിൻ്റെ നാളും രാവിലെ പന്തീരടി പൂജയ്ക്ക് മുമ്പും ആചരിച്ചു വരുന്ന ആട്ടങ്ങയേറ് എന്ന ചടങ്ങ്. ഒടുവിൽ ദിവ്യരൂപമെടുത്ത് മഹാ അട്ടഹാസത്തോടുകൂടി വന്ന ഭഗവതിയെ കണ്ട മുനികുമാരന്മാർ മോഹാലസ്യപ്പെട്ടു വീണു. മലമുകളിലെത്തിയ ഭദ്രകാളിയെ കണ്ട് നിസ്സഹായനായ മാന്ധാതാവ് ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് ശിവനെ ധ്യാനിച്ചു. ശ്രീ പാർവതീദേവിയുടെ ആജ്ഞ അനുസരിച്ചും ശിവലിംഗം എടുക്കുവാൻ കാളി മുതിർന്നു. തത്സമയം ആ ശിവലിംഗം 2ആയി പിളരുകയും അതിശക്തമായിട്ടുള്ള അത്ഭുത തേജസ് വരികയും അതിൽ നിന്നും പരമേശ്വരനും പാർവതീദേവി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. പ്രത്യക്ഷരായ ശേഷം ശ്രീ പാർവതി മാന്ധാതാവിനോട് ഇപ്രകാരം അരുൾ ചെയ്തു: എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഈ വിഗ്രഹം. എന്നാൽ ഇത്രയും ഭക്തിയുള്ള അങ്ങയിൽ നിന്നും ഇത് തിരികെ വാങ്ങി കൊണ്ടുപോകുവാൻ ഞാൻ ശക്തയല്ല. ഇതിനെ വിട്ടുപിരിയുക എന്നതും എനിക്ക് അസാധ്യമാണ്. അതിനാൽ ഞാനും ഈ വിഗ്രഹത്തിൽ ലയിച്ച് ഇവിടെ നിത്യസാന്നിധ്യം കൊള്ളുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മകൾ കാളിയും ഭിന്നയല്ല. ആദ്യം ഇവിടെ വന്നതും അവളാണല്ലോ. എൻ്റെ അടുത്തു തന്നെ വടക്കോട്ട് ദർശനമായി ഭദ്രകാളിയെയും പ്രതിഷ്ഠിച്ച് പൂജയും ആരാധനകളും നടത്തിപ്പോരുക. ഇത്രയും പറഞ്ഞ് ശ്രീ പാർവതി ശാന്തഭാവത്തിൽ പിളർന്ന ശിവലിംഗത്തിൽ ലയിച്ചു. മൂലപ്രകൃതി വസിക്കുന്നത് കൊണ്ട് ശ്രീമൂലസ്ഥാനം എന്ന പേർ വന്നു. ശ്രീമൂലസ്ഥാനത്തെ ശിവലിംഗം ഇന്നും പിളർന്ന നിലയിൽ തന്നെ കാണപ്പെടുന്നു. പാർവതീദേവിയോടൊപ്പം ഉണ്ടായിരുന്ന ഉണ്ണിഗണപതിയെയും ഇവിടെ പ്രതിഷ്ഠിച്ചു. ശ്രീമൂലസ്ഥാനത്ത് നിന്ന് തൊഴുന്ന സമയത്ത് എൻ്റെ മനസ്സിലൂടെ ഈ കഥ കടന്നുപോയി. തിരുമാന്താംകുന്ന് ഭഗവതിയോടൊപ്പം ഇവിടെ അതിപ്രശസ്തമായിട്ടുള്ളൊരു ഉണ്ണിഗണപതി ഉണ്ട്. വിവാഹ തടസ്സമുള്ളവർക്ക്, വിവാഹം നടക്കാൻ വൈകുന്നവർക്ക്, മാംഗല്യ സംബന്ധമായിട്ട് പ്രത്യേകിച്ച് ദാമ്പത്യ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവർക്ക് ഇവിടെ മംഗല്യപൂജ അതിവിശേഷമാണ്. അത് ഗണപതി ഭഗവാന്റെ മുന്നിലാണ് ചെയ്യുന്നത്. 3 പ്രാവശ്യം മംഗല്യപൂജ കഴിച്ചാൽ ദാമ്പത്തിക തടസ്സങ്ങൾ മാറുകയും
വിവാഹം നടക്കാത്തവർക്ക് ഭഗവാൻ അനുഗ്രഹിച്ച് നല്ല വിവാഹം ഉണ്ടാവുകയും ചെയ്യും. കഥകൾക്കപ്പുറമായി തിരുമാന്താംകുന്ന് ഭഗവതിക്ക് കേരളത്തിലെ മധ്യകാല രാഷ്ട്രീയത്തിലെ ഉജ്ജ്വലമായ ഒരു വീര ഇതിഹാസമായ മാമാങ്കവും മാമാങ്കച്ചേകവരും ചാവീർത്തറയുമായിട്ടുള്ള ബന്ധം ഇന്നും അവിടെ കാണാം. കളവെഴുത്തുപാട്ടിൻ്റെ ഭാഗമായി മാത്രം ഒതുങ്ങിപ്പോയ മാതൃശാലയിലെ മുൻകാല അർച്ചകരായിരുന്ന അടികളും പൂന്താനത്തിൻ്റെ ഘനസംഘം എന്ന അമ്മയുടെ കേശാദിപാത വർണ്ണനയും കുറുപ്പന്മാരും അവരുടെ കുലത്തൊഴിലായിട്ടുള്ള കളവെഴുത്തും പാട്ടും പഴയകാല സാമൂതിരിയുടെ പ്രതാപവും ശിവശർമ്മനാൽ വിരചിതമായിട്ടുള്ള ഭദ്രോൽപ്പത്തിയിലെ ദാരികവധവും പൂരാഘോഷങ്ങളും വല്യകണ്ഠം നടിയിൽ എന്ന വളരെയേറെ ഭക്താവേശമുള്ള ആചാരങ്ങളും കൊട്ടിയറിയിച്ചുള്ള എഴുന്നള്ളിപ്പ് എന്ന കൊട്ടിച്ചിറ എഴുന്നള്ളിപ്പും അങ്ങനെ നീളുന്നു തിരുമാന്താംകുന്നിലെ ആവേശങ്ങൾ. ഐതിഹ്യങ്ങളിലും ആചാരങ്ങളിലുമായി ഒളിഞ്ഞുകിടക്കുന്ന ഈ മഹാക്ഷേത്രത്തിൻ്റെ പ്രാചീനത കണ്ടുപിടിക്കുക എന്നുള്ളത് അത്യന്തം ദുരൂഹമാണ്. ഈ പറഞ്ഞ നാടോടി കഥകൾക്ക് മുകളിലായി മാതൃസദ്ഭാവം എന്ന തന്ത്രഗ്രന്ഥത്തിൽ പറയുന്ന ധ്യാന സ്വരൂപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഗ്രഹമാണ് ഇന്നിവിടെ ഉള്ളത്. രുചിത്വ വിധാനത്തിൻ്റെ ഇന്ന് കാണുന്ന രീതിയിൽ ഈ ക്ഷേത്രം പരിണമിക്കുന്നതിന് മുൻപ് കേരളത്തിലെ നിവാസികളായിരുന്ന പുലയർ, കുറവർ, വില്ലവർ, പറയർ, പാണവർ, വെള്ളാടർ തുടങ്ങിയവർ അവരുടേതായ രീതിയിൽ ഇത് ആരാധിച്ചിരുന്നു. വർണ്ണത്തിൻ്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിൽ താണവനും ഉയർന്നവനും ഇല്ലാതിരുന്ന ഒരു കാലത്ത് പാണരും പറയരും ആധ്യാത്മിക ഗുരുക്കന്മാരായും കവികളായും പൂജിക്കപ്പെട്ടിരുന്നു. മഹർഷിയും പരാശരനും വ്യാസനും പറയിപ്പെറ്റ പന്തീരകുലത്തിലെ അദ്വൈതരും ദേവരാലും ആദരിക്കപ്പെടുന്നവരാണല്ലോ. പതിനൊന്നാം പൂര ദിവസം 21ാമത്തെ ആറാട്ടിനു ശേഷം ആചരിച്ചു വരുന്ന പാണസമുദായത്തിലെ മൂപ്പൻ മലയൻകുട്ടിയുടെ തണ്ടേറി വരവ് എന്ന പുരാതനപരമായ ചടങ്ങുകളും ഇതിലേക്കൊക്കെ സൂചന നൽകുന്നു. തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ നിന്നും തൊഴുതിറങ്ങുകയാണ്. ഭഗവതിയും ഭഗവാനും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിശക്തമായിട്ടുള്ള കാളി സാന്നിധ്യമുള്ള ഒരു ക്ഷേത്രമാണിത്. ഭദ്രകാളി ഉപാസകരായിട്ടുള്ളവരും ഭഗവതിയെ ഇഷ്ടപ്പെടുന്നവരും ഉറപ്പായിട്ടും വരേണ്ട സ്ഥലം തന്നെയാണ്. അപ്പം എല്ലാവരെയും ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്ഷേത്രത്തിൽ വെച്ച് കാണാം. നമസ്കാരം. ചരിത്രങ്ങൾക്കും അറിവുകൾക്കും ഒക്കെ അപ്പുറമായി ജീവിതത്തിൻ്റെ യാത്രക്കിടയിൽ നിസ്സഹായത വന്നു പോകുമ്പോൾ അമ്മയെ ആശ്രയിച്ചാൽ അമ്മ കൂടെ ഉണ്ടാകും എന്നുള്ളത് ഓരോ കാളി ഭക്തൻ്റെയും അനുഭവമാണ്. തിരുമാന്താംകുന്ന് ക്ഷേത്ര ദേവസ്വം കെട്ടിടത്തിനുള്ളിലിരിക്കുന്ന പ്രതാപശാലികൾക്കില്ലാത്ത കാരുണ്യം ഇവിടെ പാത്രം കഴുകുന്ന 2 സാധു അമ്മമാർക്ക് ഉണ്ടായി. തിരുമാന്താംകുന്നിലമ്മയുടെ മാതൃകലകളുടെ സ്ഫുരണങ്ങൾ ഈ അമ്മമാരിൽ ഏറ്റതുകൊണ്ടാവാം അവർ തന്ന പ്രസാദം വയറ് നിറയെ കഴിച്ച ശേഷം ശക്തി സ്വരൂപിണിയായിരിക്കുന്ന ഭക്തവത്സലയായിരിക്കുന്ന ഭഗവതിയെ ഒരിക്കൽ കൂടി തൊഴുത് നമസ്കരിച്ച് രുചിത്വ വിധാനത്തിൽപ്പെട്ട അടുത്ത ക്ഷേത്രത്തിലേക്ക് യാത്ര തുടർന്നു.